അൾത്താരയിലേക്ക് അഗ്നിയിറങ്ങുകയായി, ആത്മാഭിഷേക വേളയിതാ വരവായി, അവർണ്ണനീയദാനം കൈക്കൊള്ളാൻ അനുരഞ്ജിതരാകാം അജഗണമേ വരുവിൻ. അൾത്താരയിലേക്ക് അഗ്നിയിറങ്ങുകയായി, ആത്മാഭിഷേക വേളയിതാ വരവായി, അവർണ്ണനീയദാനം കൈക്കൊള്ളാൻ അനുരഞ്ജിതരാകാം അജഗണമേ വരുവിൻ. ഓർമ്മയ്ക്കായി ചെയ്തിടാം അർപ്പിക്കാം ഈ കുർബാന, കാൽവരി മലയിലെ കുരിശിലെ ബലിയെ പുനരർപ്പിക്കും നിമിഷമിതാ, രക്ഷാകരമാം സമയമിതാ. ഓർമ്മയ്ക്കായി ചെയ്തിടാം അർപ്പിക്കാം ഈ കുർബാന, കാൽവരി മലയിലെ കുരിശിലെ ബലിയെ പുനരർപ്പിക്കും നിമിഷമിതാ, രക്ഷാകരമാം സമയമിതാ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ വേളാങ്കണ്ണി തീർത്ഥാടകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലേക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങളിലായി നിയോഗങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് ഓഗസ്റ്റ് 14 വിശുദ്ധ മാക്സ്മില്യൻ മരിയ കോൾബെ വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇദ്ദേഹം രക്തസാക്ഷിയാണ്. ജോൺ പോൾ II പാപ്പയാണ് ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ഇദ്ദേഹം തീക്ഷ്ണമതിയായൊരു മരിയ ഭക്തനായിരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ. ഇത്ര മരിയ ഭക്തി കൊണ്ടു നടന്ന, ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദമൊക്കെ ഉള്ള നല്ലൊരു വിശുദ്ധനാണ്. യുദ്ധകാലഘട്ടത്തിലാണ് അദ്ദേഹം 1942 41 ആണ് അദ്ദേഹം മരണപ്പെട്ടത്. കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. രക്തസാക്ഷിത്വം വരിക്കുകയാണ്. നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തിൻ്റെ മരിയ ഭക്തി നമുക്ക് അനുകരിക്കാം. ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാപ്പാനിൽ അദ്ദേഹം മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വന്നതാണ്. നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രത്യേകം പ്രാർത്ഥിക്കാം. മാക്സ്മില്യൻ മരിയ കോൾബയുടെ തീക്ഷ്ണമായ വിശ്വാസ തീക്ഷ്ണത നമുക്കും പകർന്നു കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി നമുക്ക് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ
എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അമലോത്ഭവ കന്യകയോടുള്ള സ്നേഹത്താൽ ഉജ്ജ്വലിച്ച വൈദികനും രക്തസാക്ഷിയുമായ വിശുദ്ധ മാക്സിമിലിയാൻ മരിയെ കോൾബയെ ആത്മാക്കളോടുള്ള തീക്ഷ്ണതയാലും പരസ്നേഹത്താലും അങ്ങ് പൂരിതനാക്കിയല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ മഹത്വത്തിനായി മനുഷ്യ സേവനത്തിൽ ഔത്സുക്യത്തോടെ പ്രവർത്തിച്ച് അങ്ങേ സുതനോട് മരണം വരെയും അനുരൂപരാകാൻ കാരുണ്യപൂർവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്നു നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു. ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം. ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. അവൻ തുടർന്നു, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീഷ്യർ, ഗിർഗാഷ്യർ, അമോര്യർ, ജംബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നും അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുൻപേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. തങ്ങൾക്ക് മുൻപേ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു.
കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സാരേധാനു സമീപമുള്ള ആദാൻ പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്തു വീണു. സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവിടെ അവർ നിന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തു നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ് മുൻപോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനൻ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാന് അക്കരെ
യൂദയായുടെ അതിർത്തിയിലെത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മാക്സിമിലിയൻ മരിയ കോൾബെ ജനിച്ചത് 1894 ജനിച്ചന്ന് തന്നെ മാമോദീസ സ്വീകരിച്ചു. നല്ല മരിയ ഭക്തനായിരുന്നു. ഇദ്ദേഹം സ്വീകരിച്ച മാമോദീസ, ഇദ്ദേഹം സ്വീകരിച്ച ആദ്യ കുർബാന, കുംഭസാരം, സ്ഥൈര്യലേപനം, വിശുദ്ധ പൗരോഹിത്യം 1918 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ഇതെല്ലാം ഇദ്ദേഹം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. മാതാവിൻ്റെ നല്ല ഭക്തനായിരുന്നു. നമ്മളും മാമോദീസയൊക്കെ സ്വീകരിച്ചവരാണ്. ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ്. ഈശോയുടെ കൂടെ നിന്നോളാം എന്ന് ഉടമ്പടി എടുത്തവരാണ്. നമ്മളിങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളോട്. നിങ്ങളിപ്പോൾ മുട്ടിന് നിരങ്ങുന്ന പാതയിലൂടെ പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചോ മുട്ടിന് നിരങ്ങിയോ നടന്നോ ഒക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ദുരാചാരങ്ങൾ ആയിട്ട് കുറേ പേര് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളത് വാങ്ങിക്കോ ഇല്ലയോ? നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, തൂവാല കെട്ടുക, ചരട് കെട്ടുക, താക്കോല് പൂട്ടുക, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തീർത്ഥാടന കേന്ദ്രം ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല. അത് ചില ആളുകൾ അവരുടെ വരുമാന മാർഗമായിട്ട് കണ്ട് അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൻ്റെ ശീലമായി തഴക്കമായി അതിൽ നിന്ന് അവർക്ക് ഗുണമുണ്ടാകുന്നത് കൊണ്ട് അവർ വിട്ടുപോകില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു പ്രതിസന്ധിയാണ്. കർത്താവിന് സമർപ്പിക്കപ്പെട്ട നമ്മൾ അങ്ങനെ വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുമോ? അതാണൊരു ചോദ്യം. നമ്മൾ യഥാർത്ഥത്തിൽ അത് ധ്യാനിക്കേണ്ട കാര്യം. ഈ വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ വിശുദ്ധൻ മാതാവിനോടുള്ള സമർപ്പണം അതെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവരും മാതാവിലൂടെ ഈശോയിലേക്ക് വരണം. നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. മരിയ ഭക്തിയിലൂടെ ഈശോയിലേക്ക് വരണം എല്ലാവരും. കാരണം ഈശോയാണ് നമുക്ക് വേണ്ടി മരിച്ചത്. 100% ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണ്. അത് മറിയത്തിനും അറിയാം. അതുകൊണ്ടാണ് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നത്. മറിയം ഈശോയെ ആരാധിക്കുന്നതിനും ഈശോയുടെ കൂടെ നിൽക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന പരിശുദ്ധ മറിയമാണ്. ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞത് മുതൽ കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ നടന്ന് അവസാനത്തെ പോയിന്റ് നമ്മൾ എത്തുകയാണെങ്കിൽ തീക്ഷ്ണത കളയാതെ സൂക്ഷിച്ചു. നമ്മൾ മാമോദീസയൊക്കെ സ്വീകരിച്ചു, ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചു, ആദ്യ കുമ്പസാരമൊക്കെ നടത്തി, വിശുദ്ധ വിവാഹമൊക്കെ നടത്തി, അതിൻ്റെ ഉടമ്പടിയെല്ലാം എടുത്തവരാണ്. നമ്മൾ വിവാഹ ഉടമ്പടി ഒക്കെ എടുത്തവരാണ്. എല്ലാത്തിനും ഉടമ്പടി എടുത്തവരാണ്. സ്ഥൈര്യലേപനത്തിൽ ഉടമ്പടി എടുത്തവരാണ്. നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മ എന്താണെന്ന് മനസ്സിലാക്കി, തിന്മ എന്താണെന്ന് മനസ്സിലാക്കി, തിന്മയെ വിട്ടുപേക്ഷിച്ച് നന്മയിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. പക്ഷെ നമുക്ക് ആ തീക്ഷ്ണതയില്ല. നമ്മൾ എവിടെയൊക്കെ ആ തീക്ഷ്ണത കൈമോശം വരുത്തുന്നുണ്ട്. ഒന്നുകിൽ പാപത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ദുശീലങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ പിന്നോക്കം പോയി. അതുകൊണ്ട് നമുക്ക് ഏതാണ് സത്യം, ഏതാണ് ശരിയൊന്നും അറിയാനേ പാടില്ല. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത ഈ വിശുദ്ധനാണ്. ഈ വിശുദ്ധൻ നല്ല ബോധ്യമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് താൻ ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ കർത്താവിനെ പിടിക്കും, പള്ളിക്ക് പുറത്തിറങ്ങിയ ദുരാചാരങ്ങളുടെ പുറകെ. ഇത് തെറ്റാണ്. നമ്മൾ വീട്ടിൽ അമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി, നമ്മളെ ഭക്ഷണം ഒരുക്കി നമ്മളെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പോയി അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, അമ്മയ്ക്ക് സങ്കടമാവുകയല്ലേ? ഇതൊരു സിമ്പിൾ ഉദാഹരണമാണ്. നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിങ്ങനെ കുരിശിൽ നിൽക്കുകയാണ്. നമുക്ക് എല്ലാ കൃപകളും വരങ്ങളും തന്ന് കുമ്പസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ നമ്മളിങ്ങനെ പരിപോഷിപ്പിക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ആളുകളുടെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ കുമ്പസാരവും കുർബാന സ്വീകരണമൊക്കെ വെറുതെ, നമുക്കൊന്നും ഒരു പൈസയും കൊടുക്കണ്ട. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് ദുരാചാരങ്ങൾ ചെയ്യുന്നു. കർത്താവിനെ തള്ളിപ്പറയുക മാത്രമല്ല, മണ്ടത്തരങ്ങളും ബുദ്ധിമോശമൊക്കെ നമ്മൾ വരുത്തി. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ വിശുദ്ധൻ മാതാവിൻ്റെ ഒരു സൈന്യം സ്ഥാപിച്ചു. അമലോത്ഭവ സൈന്യത്തിൻ്റെ അതിലുള്ള അംഗങ്ങളെ അമലോത്ഭവ പടയാളികൾ എന്നാണ് വിളിച്ചിരുന്നത്.
ഇദ്ദേഹം കേരളത്തിൽ വന്നത് ഈ അമലോത്ഭവ സൈന്യം സ്ഥാപിക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. അത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു പോകേണ്ടി വന്നു. യുദ്ധം ഒക്കെ വന്നതുകൊണ്ട്, യുദ്ധത്തിൻ്റെ സമയത്താണല്ലോ, അപ്പോൾ അദ്ദേഹം അത് തിരിച്ചുപോയി. അപ്പോൾ ഈ അമലോത്ഭവ സൈന്യത്തിൻ്റെ അംഗങ്ങൾ മാതാവിനിങ്ങനെ സമർപ്പിക്കും തങ്ങളെ തന്നെ. എന്നിട്ട് പടയാളികളെ പോലെയാകും, വാരിയർ ഓഫ് ഗാഡ് എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് അവർ ഒരു മെഡൽ കഴുത്തിലണിയും. അതാണ് MI എന്ന് പറയുന്ന അത് മിലിറ്റിയാം ഇമ്മാക്കുലത്തെ, അതായത് മാതാവിൻ്റെ സൈന്യം. അതിൻ്റെ ഒരു അടയാളമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അമലോത്ഭവ കാശ് രൂപം. അതിൽ MI എന്ന് എഴുതിയിട്ടുള്ളത് അത് ഈ വിശുദ്ധൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ അമലോത്ഭവ സൈന്യം 1917 ഇദ്ദേഹം പട്ടം കിട്ടുന്നത് 1918 അദ്ദേഹം ഡീക്കനായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചു. എന്നിട്ട് ഈ ഒരു ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചു. അതിൻ്റെ പേര് അമലോത്ഭവ നഗരം എന്നാണ്. ഇനിയും ഒരു മാഗസിൻ അദ്ദേഹം പുറപ്പെടുവിച്ചു മാതാവിൻ്റെ പേരിലും. അതുപോലെ തന്നെ മാതാവിൻ്റെ പൂന്തോട്ടം എന്ന പേരിലും ഒരു റേഡിയോ നിലയം സ്ഥാപിച്ചു. പത്രപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ദൈവത്തിൻ്റെ പടയാളികളെ ഇങ്ങനെ സ്വരുക്കൂട്ടിയെടുക്കാം, ഇങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഒരു കൂട്ടായ്മ അദ്ദേഹം അത് സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കർത്താവിന് വേണ്ടി മരിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നാസി തടങ്കൽ പാളയത്തിൽ ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ഒരു തടവറ പുള്ളി അദ്ദേഹം തടവറയിൽ നിന്ന് ചാടിപ്പോയി. അപ്പോൾ ബാക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്ന 10 പേരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അവരുടെ അശ്രദ്ധ മൂലമാണ് ഈ ഒരു തടവറ പുള്ളി അത് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ടും അവരും ഈ 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൽ ഒരു കുടുംബമൊക്കെ ഉള്ള ഒരാളുണ്ട്. അയാൾ വാവിട്ട് കരഞ്ഞു, എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് ഈ പുണ്യവാളനും തടവറയിൽ കിടക്കുകയാണല്ലോ. പുണ്യവാളൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് പുണ്യവാളൻ വിചാരിച്ചു, എനിക്ക് ഭാര്യയൊന്നുമില്ല, എനിക്ക് കുടുംബവുമില്ല, അയാൾക്ക് പകരം ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം തന്നെ വിട്ടുകൊടുത്തു. പട്ടിണിക്കിട്ട് കൊല്ലാനാണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ ഇദ്ദേഹം 10ാമത്തെ ആളായിട്ട് തന്നെ കൊന്നാൽ മതി എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം അങ്ങനെ ലാസ്റ്റ് മോമെൻ്റ് വരെ ഇദ്ദേഹം കാത്തിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? ഈ പട്ടിണി കിടന്ന് അവരെ കൂടെയുള്ള മനുഷ്യരെ, തടവ് പുള്ളികളെ തന്നെ അവരെ കൊന്നു തിന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ ഒരു നീച പ്രവൃത്തി ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ അവസാനം കൊന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഇദ്ദേഹം പട്ടിണി കിടന്നിട്ടും മരിക്കുന്നില്ല. പട്ടിണി കിടന്നിട്ടും മരിക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ ഉണ്ടായത്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇത് എന്തൊരു തീക്ഷ്ണതയാണ്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത ആളും ചെറുപ്പം മുതൽ മരിയ ഭക്തി, ജനിച്ചന്ന് തന്നെ മാമോദീസ സ്വീകരിച്ചു. ഇതൊന്നും പാഴായിപ്പോയില്ല. മരിയ ഭക്തി പാഴായിട്ടില്ല. മാമോദീസ തുടങ്ങിയ കൂദാശകളുടെ പ്രസാദപര ശക്തി പാഴായിട്ടില്ല. ഇദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചത് പാഴായില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ, നമുക്ക് മാമോദീസ കൂദാശകളിലൂടെ കിട്ടിയ പ്രസാദപരം ഉപയോഗപ്പെടുത്തിയെങ്കിൽ നമുക്ക് കർത്താവിനെ വിട്ടിട്ട് അല്പനേരമെങ്കിലും ചരട് കെട്ടാനും തൂവാല കെട്ടാനും ഒക്കെ പോയത് എന്തിനാണ്? കർത്താവല്ലേ നമ്മുടെ രക്ഷകൻ. കർത്താവ് 100% ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് കുരിശിൽ മരിച്ച് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവായി സഭയിൽ നിൽക്കുമ്പോൾ അപ്പം നമ്മൾ ചിന്തിക്കണം, മാമോദീസയുടെ ഇഫക്റ്റ് നമ്മിലുണ്ടോ? ഇനി നമ്മൾ നല്ല മരിയ ഭക്തരാണ് നമുക്കെല്ലാവർക്കും മാതാവിന് ഇഷ്ടമാണ്. പക്ഷേ മാതാവ് ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ കർത്താവിനെ വിട്ട് കളഞ്ഞിട്ടില്ല. സഹനത്തിൻ്റെ പടുക്കോടിയിൽ, അതായത് ഉന്നതമായ അവസ്ഥയിൽ മറിയം കുരിശിൻ്റെ വഴിയിലൂടെ ഈശോയുടെ കൂടെ നടന്നു. നിനക്ക് സങ്കടം വരുമ്പോൾ നീ വിട്ടുകളയുന്നില്ല കർത്താവിന്. നീ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കുർബാന അർപ്പിച്ചിട്ടൊന്നും നിനക്ക് രക്ഷയില്ലെന്ന് കണ്ടിട്ട് നീ എങ്കിൽ ചരട് കെട്ടാൻ പോകും. ഇനി ചരട് കെട്ടി നോക്കാം, ഇനി തൂവാല കെട്ടി നോക്കാം.
തൂവാല കൊണ്ട് കെട്ടുന്ന സ്ഥലം മരമോ എന്തെങ്കിലുമൊക്കെ ആണോ നിനക്ക് കുഞ്ഞിനെ തരുന്നത്? സൃഷ്ടിക്കുന്നത് ദൈവമാണ്. സൃഷ്ടിക്കുന്നത് ദൈവമാണ്. സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ മക്കളെ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് ദൈവം വിളിച്ചത്. കുടുംബജീവിതത്തിൽ മക്കളെ തരും ദൈവം. അത് ദൈവം തരും. കാരണം ദൈവത്തിന് മനുഷ്യർ ആവശ്യമാണ്. മനുഷ്യരില്ലാതെ എങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യും? കല്ലിനോടും മണ്ണിനോടും പറഞ്ഞിട്ട് സൃഷ്ടികർമ്മം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൈവം വിളിച്ച് കളിയാക്കുന്നവനല്ല ദൈവം. ദൈവം തരും. എന്നിട്ട് അതിനു വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ എന്തെങ്കിലും ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ മറിയത്തിൻ്റെ ക്വാളിറ്റി, വിശുദ്ധ മരിയ മാക്സിമിലിയൻ മരിയ കോൾവയുടെ ക്വാളിറ്റി നമ്മൾ കാണിച്ചില്ലല്ലോ. കുരിശിൻ്റെ മുമ്പിൽ, കുരിശ് മരണത്തിന് മുമ്പിൽ മറിയം നിന്നുകൊണ്ട് ഈശോയെ ആരാധിച്ചു. ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി. ഇതാണ് മറിയം നമുക്ക് കാണിച്ചിരുന്ന മാതൃക. അതായത് ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, കുംഭസാരം, ഇതിലൂടെ എല്ലാം ഈശോയുടെ മരണത്തെ നമ്മൾ ആരാധിക്കുകയാണ്. കാരണം ഈശോ മരിച്ചാലല്ലാതെ നമുക്ക് പാപമോചനമില്ല. പാപമോചനം ഈശോ മരിച്ചത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈശോ, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈശോയുടെ കുരിശ് മരണത്തെയാണ് ആരാധിക്കുന്നത്. അപ്പം മറിയം കാണിച്ചത് എന്താ? കുരിശിൻ്റെ ചുവട്ടിപ്പോ നിന്നതുപോലെ കുമ്പസാരിക്കാൻ മുട്ടുകുത്തുന്നയാള് കുരിശിൻ്റെ മുമ്പിൽ, ഈശോയുടെ കുരിശ് മരണത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നത് പോലെയാണ്. ഇനി മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം മറിയം മാതാവ് ഈശോ മടിയിലേക്ക് വാങ്ങിച്ചതുപോലെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. മുറിക്കപ്പെട്ട അപ്പം. അപ്പം നമ്മൾ കുർബാന സ്വീകരണത്തിലൂടെയും കുർബാന അർപ്പണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും ഈശോയുടെ മരണത്തെ ആരാധിക്കുകയാണ്. അതാണ് മാതാവിൻ്റെ ക്വാളിറ്റിയാണത്. നമുക്കിങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയും ദുരാചാരങ്ങൾ ഫോളോ ചെയ്യില്ല. യഥാർത്ഥ ക്രിസ്തു വിശ്വാസി ദുരാചാരങ്ങൾ ഫോളോ ചെയ്യില്ല. നമുക്കത് മനസ്സിലാകും. നമുക്കത് അറിയാൻ പാടില്ലാതെ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. കാറ്റഗിസം ചൊവ്വേ നേരെ പഠിച്ചിട്ടില്ല. വിശ്വാസം പഠിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുമില്ല. ഉള്ള ബൈബിൾ തന്നെ വായിക്കുന്നില്ല. ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം നമുക്ക് കാണാതെ അറിയാവോ? പഠിക്കുന്നില്ല. നമ്മൾ വിശ്വാസം പഠിക്കുന്നില്ല. വിശ്വാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാൻ. ഇത് നമ്മൾ ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള തീക്ഷ്ണത, മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരെന്ത് പറഞ്ഞാലും ഞാൻ ക്രിസ്തുവിനെ വിടില്ല എന്നൊരു തീക്ഷ്ണത നമുക്കുണ്ടാകട്ടെ. നമുക്കത് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധർക്കുണ്ടായിരുന്നുള്ള ഈ ക്വാളിറ്റി, അവർക്കുണ്ടായിരുന്ന ഈ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലും വരുവാൻ വേണ്ടി, നമുക്കുണ്ടാകാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളങ്ങനെ കർത്താവിനെ 100% കൂടെ നിർത്തുന്നില്ല എങ്കിൽ നമ്മൾ വെറുതെ തുരുമ്പിച്ച് തീരുന്നത് പോലെയാണ്. കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ പ്രഘോഷിച്ച് ഇല്ലാണ്ടായാലും കുഴപ്പമില്ല. കണ്ടോ, ഈ വിശുദ്ധരൊക്കെ കർത്താവിന് വേണ്ടി മരിക്കുന്നത് കണ്ടോ? വെറുതെ തുരുമ്പിച്ച് തീരുന്നതിനേക്കാളും നല്ലത് തേഞ്ഞു തീരുന്നതാണ്. വെറുതെ ഇരുന്ന് തുരുമ്പിച്ചു തീരുന്നതിനേക്കാളും നല്ലത് കർത്താവിന് വേണ്ടി ജീവിച്ച് തേഞ്ഞു തീരുന്നതാണ്. അമ്മേ മരിയേ മേരി മാതേ ആശ്രിതരാമി ദാസരേ നീ കൃപയോടെ നോക്കുന്നൊരമ്മേ അലിവോടെ കാക്കുന്നൊരമ്മേ ആവേ മരിയ മേരി മാതേ ആവേ മരിയ ദൈവമാതേ ആവേ മരിയ മേരി മാതേ ആവേ മരിയ ദൈവമാതേ. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഈശോയുടെ പുറകെ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഈശോയെ ഒരു ചിന്തയിൽ പോലും ഈശോയെ വിട്ടുകളയാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം
ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഈ അപ്പം നമ്മൾ സമർപ്പിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ നമുക്ക് മുട്ടുമ്പോൾ നിൽക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ അപ്പം നമ്മൾ സമർപ്പിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളെ സമർപ്പിക്കാം. എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറാൻ ഈ വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ ദുശീലങ്ങൾ കടിപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു മധ്യസ്ഥൻ കൂടിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മേഖലകളും സമർപ്പിച്ച് എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഈ വീഞ്ഞ് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ രക്തമായി മാറേണ്ട ഈ വീഞ്ഞിനാൽ നമ്മൾ ഈ രക്തത്താൽ, ഈശോയുടെ രക്തത്താൽ കഴുകപ്പെടാൻ, ഒരു ശുദ്ധീകരണം നടക്കാൻ, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, സകല തെറ്റിദ്ധാരണകളും തെറ്റായ ബോധ്യങ്ങളും വിട്ടുമാറാൻ, അതെല്ലാം കഴുകപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ ആശയും എന്നിരാശയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ആശയും എന്നിരാശയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി എൻ്റെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയോട് കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മാക്സിമിലിയാൻ കോൾബയുടെ മാതൃകയാൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ അഭ്യസിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ ചിന്തിയ രക്തം അങ്ങ് അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട്
ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് ഭക്തിയോടെ മുട്ടുമ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവേ, ഈ അപ്പവും വീഞ്ഞും അങ്ങയുടെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോ ദാസിദാസന്മാരുടെ പ്രാർത്ഥനകളെ, സങ്കടങ്ങളെ, ഇവിടെ നിയോഗങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
മാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ മരിയ ഭക്തനായ വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകണമേ.
ആകട്ടെ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇപ്പോൾ പുരോഹിതൻ ഒരു പ്രാർത്ഥന ചൊല്ലും. അത് സാധാരണ സ്വഗതമായിട്ടാണ് ചൊല്ലുന്നത്, തനി ആണ് ചൊല്ലുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉറക്കെ ചൊല്ലുകയാണ്. അത് കഴിയുമ്പോൾ തന്നെ പുരോഹിതൻ മുട്ടുകുത്തും. ഇത് ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ മുട്ടുകുത്തിയതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ ഉടനെ ഈശോയെ പിടിച്ചുകൊണ്ട് പോകും. അതായത് അത് കഴിഞ്ഞ ഉടനെ മുറിക്കപ്പെട്ട അപ്പം നമുക്ക് നൽകപ്പെടുകയാണ്. ഞാൻ മുട്ടുകുത്തുമ്പോൾ നിങ്ങളും സാധിക്കുമെങ്കിൽ മുട്ടുകുത്തുക. എന്നിട്ട് നിങ്ങൾ ഓരോ വിഷയം എടുക്കുക. വിഷയം എടുത്തിട്ട് പറയുക, ഈശോയെ സാധിച്ചു തരണേ എന്ന് പറയണം. എന്നിട്ട് പറയണം, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവേ, സജീവനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിന് ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങ് മരണത്താൽ ലോകത്തെ അങ്ങ് ഉജ്ജീവിപ്പിച്ചുവല്ലോ. അങ്ങ് പരിശുദ്ധമായി ശരീരവും രക്തവും സ്വീകരിക്കുക വഴി ഞങ്ങളെല്ലാ പാപങ്ങളിലും സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങ് കൽപ്പനകളോട് ഞങ്ങളെപ്പോഴും ചേർത്ത് നിർത്തണമേ. അങ്ങനെ ഒരിക്കലും വേർപെട്ടു പോകാൻ ഞങ്ങളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പുത്രൻ്റെ ശരീരരക്തങ്ങളാൽ
പരിപോഷിതരായ ഞങ്ങൾ വിശുദ്ധ മാക്സിമിലിയാൻ കോൾബെ ഈ ദിവ്യ വിരുന്നിൽ സ്വീകരിച്ച അതേ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിക്കപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.